വില കൊടുത്തവർ ജയം വരിച്ചവർ വില കൊടുത്തവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ജീസസ് വേർഡ് ടു ഓൾ ഇൻ അസോസിയേഷൻ വിത്ത് ക്രിസ്ത്യൻ ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വില കൊടുത്തവർ സീസൺ 2-ന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വില കൊടുത്തവർ ജയം വരിച്ചവർ വില കൊടുത്തവർ ഭാഗ്യവാന്മാർ. ക്ഷേത്രങ്ങൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും പേരുകേട്ട മധ്യ ഇന്ത്യയിലെ നിബിഡ വനങ്ങളുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. മധ്യപ്രദേശിലെ ഛത്തീസ്ഗഡിൽ സംസാരിക്കുന്ന 16 തെക്ക് കിഴക്കൻ ജില്ലകൾ വിഭജിച്ച് 2000 നവംബർ 1-ന് 26ാമത്തെ സംസ്ഥാനമായി ഛത്തീസ്ഗഡ് രൂപം കൊണ്ടു. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് തന്നെ ഇവിടെ ക്രൈസ്തവ സാന്നിധ്യം പ്രകടമായിരുന്നുവെങ്കിലും ഉപദ്രവങ്ങളും വെല്ലുവിളികളും ഇന്നും സഭാവളർച്ചയെ മന്ദഗതിയിലാക്കുന്നു. പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും ഉണർവിന്റെ പട്ടണമെന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂർ കേന്ദ്രമാക്കി കഴിഞ്ഞ 22 വർഷങ്ങളായി പ്രേക്ഷിത പ്രവർത്തനത്തിലായിരിക്കുന്ന ദേവദാസൻ ബോബൻ യോഹന്നാൻ തന്റെ അനുഭവങ്ങൾ ഈ എപ്പിസോഡിൽ നമ്മോട് പങ്കുവയ്ക്കുന്നു. തുടർന്ന് കാണുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വില കൊടുത്തവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ദേവദാസന് സ്വാഗതം. വില കൊടുത്തവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എനിക്കും അവസരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. നമ്മുടെയൊക്കെ ബാല്യകാലം എന്ന് പറയുന്നത് നമുക്ക് ഓർക്കുവാൻ സ്മരിക്കുവാൻ ഒത്തിരിയുണ്ട്. ദേവദാസൻ്റെ ബാല്യകാലം, മാതാപിതാക്കൾ, കുടുംബ പശ്ചാത്തലം ഇവയെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത്, എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ അടൂർ താലൂക്കിൽ മണക്കാല പോസ്റ്റ് തുവീർ വടക്ക് മുറിലാണ് എൻ്റെ സ്ഥലം. അന്തിച്ചിറ എന്ന് പറയുന്ന ഗ്രാമമാണ്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ CSI കുടുംബ പശ്ചാത്തലമായിരുന്നു. എൻ്റെ അമ്മ 14ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് CSI കുടുംബ പശ്ചാത്തലത്തിലാണ് നിന്നെങ്കിൽ തന്നെ എൻ്റെ അമ്മ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനക്കാരിയായിരുന്നു. എൻ്റെ മാതാവിൻ്റെ പേര് ഗ്രേസി യോഹനാൻ എന്നാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ഒഫീഷ്യൽ നെയിം യോഹനാൻ തോമസ് എന്നാണ്. നാട്ടിൽ അറിയപ്പെടുന്നത് സഖാവ് മാത്തൻ എന്നായിരുന്നു. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹികമായിരിക്കുന്ന പശ്ചാത്തലത്തിലും ആയിരുന്നു എൻ്റെ പിതാവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ. ഞങ്ങൾ 11 മക്കളാണ്. വിദ്യാഭ്യാസ കാലഘട്ടം പറയുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ പിതാവിൻ്റെ മദ്യപാന മുഖാന്തരം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്നുള്ളത് ഞങ്ങൾ 11 മക്കൾ ഉള്ള ഒരു വലിയ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഞാൻ 10th വരെയാണ് പഠിച്ചത്. ഞാൻ 2 സ്കൂളിൽ മാറി മാറി പഠിച്ചു. ഒന്ന് ചൂരക്കോട് NSS സ്കൂളിലും കടമ്പനാട് BHS ഹൈസ്കൂളിലുമാണ് പഠിച്ചത്. അപ്പം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ ജീവിത സാഹചര്യമായതുകൊണ്ട് നാട്ടിലെ കാലാവസ്ഥ കൊണ്ട് പെട്ടെന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ പിതാവ് എന്നെ ജ്യേഷ്ഠന്മാരുടെ കൂടെ ബോംബെയിലേക്ക് എന്നെ അവിടുന്ന് കടത്തുകയായിരുന്നു. 88 കാലയളവിൽ ബോംബെയിലേക്ക് കടന്നു വരികയും അങ്ങനെ ഏകദേശം 1-2 വർഷം ബോംബെയിൽ ജോലിയുടെ ബന്ധത്തിൽ ആയിരുന്നു. അങ്ങനെ ബോംബെയിലേക്ക് കടന്നുപോയി. പിന്നീട് എപ്പോഴാണ് രക്ഷിക്കപ്പെടുകയും സ്നാനമേൽക്കുകയും അങ്ങനെയുള്ള ആ ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വന്നത്? ഞാൻ ഈ ബോംബെയിൽ 88 കാലങ്ങളിൽ ബോംബെയിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് വരികയും വരുന്ന സമയത്തൊക്കെ ഞാൻ ഒരു രാഷ്ട്രീയ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് ആ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെയും ഒരു തികഞ്ഞ ദൈവഭക്തനല്ലായിരുന്നു. എന്നാൽ ദൈവസ്നേഹമുള്ള ഒരാളായിരുന്നു. ഒരു നല്ല ഭക്തനായിട്ടില്ലായിരുന്നു, എന്നാൽ ദൈവസ്നേഹം ഉള്ളിലുണ്ടായിരുന്നു. വലിയ തെറ്റുകളൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ട് ജ്യേഷ്ഠൻ്റെ പ്രാർത്ഥനയും ജ്യേഷ്ഠൻ്റെ കൂടെ ചർച്ചകളിൽ പോകാനൊക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ചേട്ടനും എന്നെ ഒരു ഉത്ഭയത്തോടു കൂടിയാണ് എന്നെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ വന്നത്. അപ്പം അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ അടുക്കും ചുറ്റുമുള്ള ജീവിതശൈലി പിതൃത്വമൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ്റെ വളരെ മര്യാദയ്ക്ക് നല്ലോണം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, മാന്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ദൈവാസന്മാർ വരികയും പ്രാർത്ഥിക്കുകയും ദൂതുപരയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസിക നിലവാരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വിവിധമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന ക്ലേശങ്ങൾ, മഞ്ഞപ്പിത്തം, മറ്റുള്ള പല രോഗങ്ങൾ, അടിവയറ്റ് വേദനയായി ചികിത്സിച്ചിട്ട് മാറാതെ 6 മാസത്തോളം
ഇങ്ങനെ അരിയാഹാരം കഴിക്കാതെ റൂമിൽ കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. വിവിധ കമ്പനികളിൽ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് പലയിടത്തും ചെന്നു. എങ്ങും ചെന്നിട്ട് എനിക്ക് ജോലി സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയാതെ വണ്ണം വിവിധ അസ്വസ്ഥതകളും ഭാരങ്ങളും ഇങ്ങനെ ശരീരത്തിലും മനസ്സിലും വന്നുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ആ സാഹചര്യത്തിൽ 1.5 വർഷത്തോളം ഒരു ഷർട്ടും പാൻറ്റും ഇട്ട് എന്നും വൈകിട്ട് ജോലിക്ക് പോയിട്ട് വന്നിട്ട് രാത്രി കഴിയിട്ട് ഉണക്കിയിട്ട് പിന്നെ രാവിലെ ഉടുത്തുകൊണ്ട് പോകുന്ന അങ്ങനെ വസ്ത്രം മാറി ഉടുക്കാനില്ലാതെ വണ്ണം ബോംബെയിൽ 1.5 വർഷത്തോളം ജീവിച്ചു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് വസ്ത്രം വാങ്ങിച്ചു തരാൻ സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും ജീവിതം പഠിക്കാൻ വേണ്ടി എനിക്ക് വാങ്ങിച്ചു തന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകൾ കൊണ്ടുവന്ന് മഞ്ഞപ്പിത്തം ഇങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥത കൊണ്ട് വളരെ സീരിയസ് ആയി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ 91 ഡിസംബർ മാസം നടക്കുന്ന 21 ഡേയ്സ് ഉപവാസ പ്രാർത്ഥനയിൽ ഉല്ലാസനഗറിൽ വെച്ചാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ച് ആദ്യത്തെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. 92 ജനുവരി 3 ദിവസം ഉപവാസ പ്രാർത്ഥനയോട് കൂടി ബദലാപൂർ ഡാമിൻ്റെ അടിവാരത്തിൽ കർത്താവിനെ ജലസ്നാനത്തിൽ സ്വീകരിച്ചു. അങ്ങനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനായിട്ട് ചില മാസങ്ങൾക്കകത്ത് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ കർത്താവിനെ സഹായിച്ചു. എൻ്റെ ആ ആദ്യത്തെ തുടക്കമൊക്കെ ഒരുപാട് ഞാൻ എൻ്റെ പ്രയത്നം കൊണ്ട് ശ്രമിച്ചു. പക്ഷേ പിന്നെ പരിശുദ്ധാത്മാവ് എന്നെ നിറച്ചു. അതെനിക്ക് വലിയ അനുഭവമായി. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിൽ അങ്ങനെ വിശ്വസ്തയോടെ മുന്നോട്ട് പോകാൻ കർത്താവ് ഇടയായിക്കൊണ്ടിരിക്കുന്നു. ദൈവം തൻ്റെ വേലയ്ക്ക് വിളിച്ചു എന്നുള്ള ആ ഉറപ്പ് എങ്ങനെയാണ് ലഭിച്ചത്? വേദപഠനത്തിനായി എവിടേക്കാണ് പോയത്? ആ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്ന സാഹചര്യത്തിൽ ജോലി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങും സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ വണ്ണം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന ശാരീരിക അസ്വസ്ഥത എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിൻ്റെ വ്യക്തമായ കാരണം ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും സക്സസ് ആവാത്തൊരു സാഹചര്യത്തിലാണ്. പ്രാർത്ഥനയാണ്, ഉപവാസ പ്രാർത്ഥനയിലാണ് എനിക്ക് സൗഖ്യം വന്നത്. അപ്പോൾ ആ സൗഖ്യം എനിക്ക് കർത്താവിനെ രുചിച്ചറിയാനൊരു സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുമായിരുന്നു. 93 ജൂലൈ മാസം ജൂൺ മാസം 27 ബോംബെയിൽ നിന്ന് ഞാൻ ഹരിയാനയിലേക്ക് ഗ്രേസ് ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ കടന്നു പോവുകയാണ്. 93-94 പിന്നെ ഫസ്റ്റ് ഇയറാണ്. 94-95 അങ്ങനെ 9 മാസത്തെ കോഴ്സാണ് ഒരു വർഷം നടക്കുന്നത്. അങ്ങനെ 95 എനിക്ക് മൊത്തം ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വളരെ മരണത്തോട് മല്ലടിച്ചാണ് എൻ്റെ ജീവിതം അവിടെ ആയിരുന്നത്. അപ്പോൾ അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ കണ്ണുനീരും ഞാൻ അറിയാത്ത അനേക സഹോദരി സഹോദരങ്ങൾ പഠിക്കുന്നുണ്ട്. അവരെല്ലാം എനിക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ഒപ്പം തന്നെ എൻ്റെ കുടുംബം, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിലുപരിയായിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ അവിടെ ഞാൻ അക്ഷരീയമായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന സാഹചര്യത്തിലേക്ക് ദൈവം എന്നെ അവിടെ അവസരം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് വളരെ ശോഷിച്ച് നടക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അവിടെ സിക്ക് റൂമിൽ കിടക്കുമ്പോൾ രാത്രി 1:30 കഴിഞ്ഞപ്പോൾ കർത്താവ് അക്ഷരീയമായിട്ട് വെള്ള വസ്ത്രധാരിയായിട്ട് എൻ്റെ അടുത്തിലേക്ക് വന്ന് എൻ്റെ ശരീരത്തോട് ഇങ്ങനെ തൊട്ട് തടകിപ്പോകുന്നൊരു അനുഭവം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. കർത്താവിൻ്റെ സ്പർശനം. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ ഭയങ്കര ഒരു സൗഖ്യവും ഒരു ഉന്മേഷവും ഒരു സംതൃപ്തി ഉണ്ടായി. ഞാൻ വളരെ എൻ്റെ ശരീരം ബലഹീനമാണെങ്കിലും ഞാൻ വളരെ സന്തോഷവാനായിട്ട് പ്രത്യാശയുള്ളവനായിട്ട് കർത്താവിനെ കണ്ട ആ സന്തോഷം, കർത്താവിനെ സ്പർശിച്ച സന്തോഷം ഞാൻ അനുഭവിച്ച് എൻ്റെ കൂട്ട് കിടന്ന ആൾ പോലും എൻ്റെ സന്തോഷം കണ്ടുകൊണ്ട് ചാടി എഴുന്നേറ്റ് ഒന്നിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ശേഷം 96 ജനുവരി 2 തണുപ്പ് കൂടുന്നൊരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാതെ വണ്ണം കാലാവസ്ഥയുടെ സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെ സ്കൂളിൽ പിന്നെ ഞാൻ അറിയിപ്പ് കൊടുത്ത് ലെറ്റർ കൊടുത്ത് എനിക്ക് ഇച്ചിരി അവധി തരണം, ശരീരത്തിന് സൗഖ്യം വരുമ്പോൾ പഠിക്കാൻ വരാമെന്നുള്ള തരത്തിൽ അവിടുന്ന് അങ്ങനെ ബോംബെയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. വീണ്ടും തിരിച്ച് നാട്ടിൽ പോയി 98, 99, 2000 വർഷങ്ങളിൽ വെൺമണിയിൽ പെനിയൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ 2 വർഷം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഡോക്ടർ പിന്നെ MA തോമസ് സാർ മാവേലിക്കരയുള്ള സാർക്ക് തന്നെ എൻ്റെ അധ്യാപനായിരുന്നു. അവരുടെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട പഠനമായിരുന്നു. 2000 ഞാനത് അവിടെ ഗ്രാജുവേറ്റ് ചെയ്തു. ബൈബിൾ കോളേജ് പഠനത്തിന് ശേഷം വടക്കേന്ത്യയാണ് എൻ്റെ ശുശ്രൂഷ മണ്ഡലമെന്ന് ആ വിളിയുടെ ഉറപ്പ് എങ്ങനെയാണ് ദേവദാസൻ പ്രാപിച്ചത്? നോർത്ത് ഇന്ത്യയിൽ സുവിശേഷകർ കുറവാണെന്നുള്ളൊരു പൊതുബോധം നമുക്കുണ്ടല്ലോ. അപ്പോൾ തന്നെ ആ ഒരു ചിന്താഗതി എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു.
എന്നെ കർത്താവെ നീ എന്നെ തിരഞ്ഞെടുത്ത തീർച്ചയായിട്ടും ഇന്ത്യയിൽ. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ഭയങ്കര ആത്മഭാരം എൻ്റെ അകത്ത് നോർത്ത് ഇന്ത്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ചുണ്ട്. അങ്ങനെ 2001 പഠനശേഷം പിന്നെ മറ്റ് ഭൗതിക വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ തന്നെ ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് 32 വയസ്സോളമായി. അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അപ്പം എനിക്ക് പിന്നെ ആസാമിൽ ഗോഹട്ടിയിൽ മിലിറ്ററി ക്യാമ്പിലേക്ക് ഒരു ക്ഷണം വന്നു സുവിശേഷ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം വീണ്ടും ഇവിടെ റായ്പൂരിൽ നിന്നൊരു വിവാഹാലോചനയും കടന്നു വന്നു. അപ്പോൾ ഇത് രണ്ടും ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവപ്രകാരമുള്ള ദൈവം കാണിച്ച ദർശനപ്രകാരം ഈ റായ്പൂരിൽ ഈ ഉണർവിൻ്റെ സിറ്റി ആയിരിക്കുന്ന ഈ റായ്പൂരിലെ പാസ്റ്റർ PS സാമുവേൽ പാസ്റ്ററിൻ്റെ ചർച്ചിലെ ഒരു വിശ്വാസിയുടെ മകളെ ഇവിടുന്ന് 20 കിലോമീറ്റർ ദൂരത്തിലുള്ള മന്ദിർ ഹസു എന്ന് പറയുന്ന ന്യൂ റായ്പൂരിലെ ഭവനത്തിൽ വന്ന് വിവാഹം കഴിക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ഇവിടെ കടന്നു വരികാനും, അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ സെൻറ്ററായിരിക്കുന്ന ഒരു പട്ടണമാണല്ലോ റായ്പൂർ. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ കടന്നു വരുന്നത്. എന്നാണ് വിവാഹം നടന്നത്? ദേവദാസിയുടെ പേര്, എത്ര മക്കളെ ദൈവം തന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ വിവാഹം നടന്നത് 2002 നവംബർ 9 മണക്കാല തിയോളജിക്കൽ സെമിനാരിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. എൻ്റെ ഭാര്യയുടെ പേര് മേരിക്കുട്ടി എന്നാണ്. നമുക്ക് പേരിട്ടത് പാസ്റ്റർ PS സാമുവേലാണ്. എന്നാൽ എൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പേരിനോട് സാമ്യമായിട്ടും എനിക്ക് ദൈവം തന്ന അനുഗ്രഹവുമായിട്ടും ബന്ധപ്പെട്ട് എൻ്റെ സന്തോഷം, ദൈവം തന്നൊരു സന്തോഷം ബ്ലെസ്സി എന്ന് പേരിടാൻ ദൈവാത്മാവിനെ ഇടപെട്ടു. അങ്ങനെ ഞാൻ അവർക്ക് പേര് മാറ്റി ബ്ലെസ്സി എന്നാക്കി. നീണ്ട 15 വർഷത്തോളം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ അതിന് ശേഷം ദൈവം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. ഇപ്പോൾ 7 വയസ്സുണ്ട്. പേര് ഒഫീഷ്യൽ അവിടെ പേര് ആൻ മേരി എന്നാണ്. അവിടെ വീട്ടിൽ വിളിക്കുന്നത് പിന്നെ പ്രേസി എന്നാണ് വിളിക്കുന്നത്. ഒരു കുടുംബമായതിനു ശേഷം പ്രാരംഭ സമയത്തെ ആ ശുശ്രൂഷകൾ എങ്ങനെയായിരുന്നു ദേവദാസൻ കുടുംബമായി നടത്തിക്കൊണ്ടിരുന്നത്? വിവാഹത്തിന് ശേഷം എൻ്റെ മദർലോയ്ക്ക് ബോൺ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുവിശേഷ വേലയാണ് എൻ്റെ ദൗത്യമെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം നമ്മൾ ചെയ്യേണ്ട കടമകൾ അത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ള നല്ല ബോധ്യം എൻ്റെ അകത്തുണ്ടായിരുന്നു. ആ ഒരു ബോധ്യം ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് എൻ്റെ മദർലോയെ എൻ്റെ ഭാര്യയോട് ചേർന്ന് എൻ്റെ മാതാവിനോട് അതുപോലെ തന്നെ സ്നേഹിച്ച് വളരെ വിശ്വസ്തയോടെ 3 വർഷക്കാലം മാതാവിന് വേണ്ടി ഞങ്ങൾ ശുശ്രൂഷിച്ചു. ഒപ്പം തന്നെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ആരാധന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PS സാമുവേലിൻ്റെ അണ്ടറിലുള്ള വർഷിപ്പ് നടന്നുകൊണ്ടിരുന്നത്. ചർച്ചകൂടിരായ തിലാവിൽ നിന്ന് വരുന്ന യൂത്ത് ലേഡീസ് അമ്മച്ചിമാർ ഗ്രാമങ്ങളിൽ സുവിശേഷനുമായിട്ട് ഇവിടെ നിന്നും ടീമുകൾ വരുമായിരുന്നു. അവർക്ക് ആഹാരം കൊടുക്കുക, അവരുടെ കൂടെ ഡെഫിലി അടിച്ചിട്ട് ഇന്ന് ക്രിസ്മസ് കരോൾ പാടുന്നത് പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഗ്രാമങ്ങളിൽ പോകാൻ അനുമതി പിന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ അത്ര പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ 10, 15, 20 കിലോമീറ്റർ ചുറ്റളവിൽ എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ യാത്രകൾ ചെയ്ത് സൈക്കിളിലും അല്ലാതെയൊക്കെ ചെന്ന് ശുശ്രൂഷിക്കുന്ന പിന്നെ പാട്ടുപാടി സുവിശേഷം പറയുന്ന ട്രാക്ട് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു ആദ്യ കാലങ്ങളിൽ. നമ്മുടെ ശുശ്രൂഷകളൊക്കെ വളരെയധികം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരാറുണ്ട്. ദൈവം മാത്രം ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ സഹായിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് പറയാമോ? ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരുപാട് സന്ദർഭങ്ങൾ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ എൻ്റെ മദർലോയുടെ മരണത്തിന് ശേഷം സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായി. കാരണം അമ്മച്ചിയുടെ പിന്നെ പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടു, ഇല്ലാതെ വന്നു, പെൻഷൻ ഇല്ലാതെ വന്നു, എനിക്ക് ജോലിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ കിട്ടുന്നൊരു സാഹചര്യത്തിൽ ഒരു വൈറൽ ഫീവർ ഞങ്ങൾക്ക് 2 രൂപ അടിച്ചു. അങ്ങനെയാണ് ഒരാഴ്ചയോളം ഞങ്ങൾ കിടപ്പായി, റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആഹാരം വെച്ച് തരാൻ പോലും ആരുമില്ല, വീട്ടിൽ നന്നായിട്ടൊന്നുമില്ല എന്നാലും. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അഗ്രികൾച്ചർ കോളേജിൽ നിന്നൊരു പെൺകുട്ടി, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ദൈവാത്മാ സംസാരിച്ചു ഞങ്ങളെ വിളിക്കാനായിട്ട്. വിളിച്ചപ്പോൾ എങ്ങനെയോ ഞങ്ങൾ ലാൻഡ് ഫോൺ അത് എടുത്ത് സംസാരിച്ചപ്പോൾ സംസാരത്തിൻ്റെ ശബ്ദം പോലും പുറത്ത് വരുന്നില്ല. ഉടൻ തന്നെ അത് സ്കൂട്ടി എടുത്ത് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അബോധവശാൽ കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ കുഞ്ഞിൽ കൂടെ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് വാങ്ങി തരികയും അവൾ അരി വാങ്ങിച്ചുകൊണ്ടുവന്ന് കഞ്ഞി വെച്ചിട്ട് ഞങ്ങളെ പിന്നെ ബലപ്പെടുത്തുന്നൊരു സാഹചര്യമാണ് ജീവിതത്തിൽ. ദൈവാത്മാവ് ഇറങ്ങി ഒരു വ്യക്തിയിൽ കൂടെ അവിടെ പ്രവർത്തിക്കുന്ന ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി. ഇന്നേക്ക് ഒരു 5 വർഷത്തിന് മുമ്പ് ഒരു വലിയ ചൂട്, ഒരിക്കലുമില്ലാത്തൊരു ചൂട് ഇവിടെ അനുഭവപ്പെട്ടു. ഞങ്ങളുടെ വീട്ടിൽ 4 കൂളറുണ്ട്, 4 കൂളറും കേടായി. കയ്യിൽ 5 പൈസ ഇല്ല, ഒരു നിവൃത്തിയില്ല. ഞങ്ങളുടെ ചുറ്റുപാട് താമസിക്കുന്ന എല്ലാ ഹിന്ദു സഹോദരങ്ങളാണ്, കുടുംബങ്ങളാണ്, വിശ്വാസികൾ ആരുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ.
ആ സാരത്തിൽ ഞങ്ങളുടെ വാട്ടറിൻ്റെ മോട്ടർ, അതായത് ഈ കുഴൽക്കിണറിൻ്റെ പമ്പ് അത് കത്തിപ്പോയി. ഏകദേശം 2 ആഴ്ചയോളം ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് കുടിക്കാൻ വെള്ളം ബുദ്ധിമുട്ട്, കൂളറിലൊഴിക്കാൻ ബുദ്ധിമുട്ട്, വെള്ളം ഒരു രീതിയിൽ തുണി കഴുകാൻ പറ്റുന്നില്ല, വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ പ്രാർത്ഥിച്ച് ദിവസത്തിനിരിക്കുമ്പോൾ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ഡിവൈൻ വർഷിപ്പ് സെൻ്ററിലെ പാസ്റ്റർ ജോബി വർഗീസിൻ്റെ പേര് എൻ്റെ ഭാര്യയോട് ദൈവാത്മ സംസാരിച്ചു. പാസ്റ്റർ ജോബി വർഗീസിനോട് സംസാരിച്ചാൽ ഈ കാര്യത്തിന് ക്രമീകരണം വരുന്നു. ഉടൻ തന്നെ രാത്രിയിൽ ഏകദേശം 10:30-11 മണിയായപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ പറഞ്ഞ അച്ഛാ, എൻ്റെ ഭാര്യ ഇങ്ങനെ അച്ഛനെക്കുറിച്ചൊരു ദർശനം കണ്ടത് പറയാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് മറുപടി പറയുകയാണ്, അക്കൗണ്ട് നമ്പർ എന്നോട് ദൈവം പറഞ്ഞിട്ട് 3 മാസമായെന്ന് സംസാരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ വിഷയം, ഇന്നതാ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു അത് എത്രയാണ് ആ പമ്പിങ്ങിന് ശരിയാകേണ്ടത്. അതുപോലെ എൻ്റെ പല ഭൗതിക കാര്യങ്ങളിലും പല സമയങ്ങളിലും ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൽ കൂടെയും അങ്ങനെ മറ്റ് പലരിൽ കൂടെയും സമയാസമയങ്ങളിൽ കർത്താവ് ആവശ്യമുള്ള സാമ്പത്തിക നന്മകൾ കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് അത്ഭുതകരമായിട്ട് ആ സാഹചര്യങ്ങളൊക്കെ എന്നെ വഴി നടത്തിയത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാണ്. ദൈവവേലയിൽ എപ്പോഴും പോരാട്ടമുണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് വടക്കേന്ത്യയിലാകുമ്പോൾ അത് വളരെ ശക്തമായി നമുക്ക് ആത്മാവിൽ അനുഭവപ്പെടും. ദേവദാസനുണ്ടായ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും പങ്കുവെക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം അങ്ങനെ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എടുത്തു പറയാനൊക്കെ കൊണ്ട് സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് എനിക്ക് വലിയൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ഒരു കാല് മുറിച്ച് കളയേണ്ട സാഹചര്യം വരെ ഡോക്ടർ പറയണത്തക്കം വന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു എല്ല് പൊട്ടിപ്പോയതാണ്. പക്ഷേ അവിടെ ആരുമില്ലാത്ത ഒരു വനമേഖലയായിരുന്നു. എന്നാൽ അവിടെ വഴിയെ പോയ ആൾക്കാർ എന്നെ എടുത്ത് മെഡിക്കൽ കോളേജിലാക്കുകയും 6 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ സാഹചര്യത്തിൽ 3-ാമത്തെ മാസം ഒരു ദൈവശബ്ദം കേട്ട് എന്നോട് ദൈവം ഇങ്ങനെ സംസാരിച്ചു. 40 ദിവസം നാട്ടിൽ ഉപവസിക്കുന്ന ഒരു ദൈവാസനെ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദാസനെ, നീ ഗ്രാമങ്ങളിൽ കൂടെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുന്നതും കരയുന്നതും ചെലവിടുന്നതും ഞാൻ കാണുന്നുണ്ട്. നിന്നെ ഞാൻ പട്ടണത്തിൽ കയറ്റാൻ പോകുന്നൊരു ദൈവശബ്ദം കേട്ടപ്പോൾ പത്രോസിൻ്റെ വിലാപുറത്ത് തട്ടി അവൻ്റെ ബന്ധനം ഞാൻ പുറത്ത് വന്നതുപോലെ ഞാൻ ആത്മാവിൽ അത് ഫീൽ ചെയ്തിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് ഒറ്റക്കാലെ നൃത്തം ചെയ്ത് അരമണിക്കൂർ ഞാനും എൻ്റെ ഭാര്യ കൂടെ ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ 6 മാസം പറഞ്ഞ ബെഡ് റെസ്റ്റ് വെറും 3 മാസത്തിനകത്ത് തന്നെ പൊട്ടിച്ച് എറിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ എവിടെ ആക്സിഡൻ്റായി വീണോ അതുവഴി അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് അതുവഴി പോയി. ഒപ്പം തന്നെ എൻ്റെ ഭാര്യ ചില വർഷങ്ങൾക്ക് മുമ്പ് യൂട്രസിൽ ക്യാൻസർ ഉണ്ടെന്നുള്ള 6 ടെസ്റ്റിൽ 5 ടെസ്റ്റ് പാസ്സാകുകയും തുടർന്ന് ഓപ്പറേഷന് വിധേയമാക്കുകയും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ദൈവമക്കളൊക്കെ ചേർന്ന് സഹകരിച്ചു. ഓപ്പറേഷൻ നടന്നുവെങ്കിൽ തന്നെയും ആ ഓപ്പറേഷൻ ചെയ്തെടുത്ത് ബയോസിക്ക് അയച്ച ആ വസ്തുക്കൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 33-ൽ പരം ടെസ്റ്റ് ഡൽഹി നടന്നിട്ട് അതിൻ്റെ റിസൾട്ടിനകത്ത് ഒന്നിനകത്ത് ക്യാൻസർ കാണുന്നില്ല. അപ്പോൾ റായ്പൂരിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഗോഡ്സ് വർക്ക് എന്ന് പറഞ്ഞു, ഞാനൊരു സുവിശേഷമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഗോഡ്സ് മിറക്കിൾ എന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുതമാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് ആദ്യത്തെ റിപ്പോർട്ട് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് മരുന്നെടുത്ത് മാറ്റി. പിന്നെ ഇന്ന് വരെ ഞങ്ങൾ മരുന്ന് കഴിച്ചിട്ടില്ല. ഇന്നും എൻ്റെ ഭാര്യ ഞാനും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ പൂർണ്ണ സമയ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. ദേവദാസനെ ദൈവം ഏതൊക്കെ നിലയിലാണ് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം എന്നെ ഉണർവിൻ്റെ ഒരു വക്താവായി ഉപയോഗിക്കുമെന്ന് എങ്ങനെയുള്ള ഉറപ്പാണ് ദേവദാസന് ലഭിച്ചത്? ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ വീട്ടിലൊരു മെയ് മാസം ചൂട് സമയത്ത് റൂമിൽ കിടക്കുമ്പം ഞങ്ങൾ ചിന്തിക്കുക, ഞങ്ങൾ തിരിച്ച് നാട്ടിൽ പോയാൽ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ കിടന്നപ്പോൾ രാത്രി 1:30 പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ അഗ്നിയായിട്ടങ്ങ് ഇറങ്ങി. അഗ്നിയായിട്ടിറങ്ങിയിട്ട് എന്നെ കറണ്ട് അടിച്ചിട്ട് പിടയുന്നത് പോലെ ആത്മാവിൽ കിടന്ന് മണിക്കൂറോളം പിടഞ്ഞു. പിടയ സമയത്ത് എന്നെ ഇന്ത്യയുടെ മൊത്തവും മാപ്പ് എന്നെ കാണിച്ചിട്ട് എന്നെ ഈസ്റ്റ് ഇന്ത്യ കൂടുതലും കാണിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ, ആന്ധ്ര, തമിഴ്നാടിൻ്റെ ചില പ്രദേശം, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെ ഈസ്റ്റ് ഇന്ത്യ, അങ്ങനെ ഹിമാചൽ പ്രദേശ്, ഇങ്ങനെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഇങ്ങനെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഈ ഭാഗങ്ങളെ കൂടുതലും കാണിക്കുന്നത്. നെൽപ്പാടം ഇങ്ങനെ വിളഞ്ഞ് പഴുത്ത് കിടക്കുകയാണ്. ഒപ്പം തന്നെ ചില ഇടങ്ങളിൽ മാത്രം ഇങ്ങനെ പച്ച കാണുന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു, അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൊയ്ത്തുണ്ട് സത്യം, നീ ഒരു ശബ്ദം കേട്ടു. അപ്പം ഞാനങ്ങനെ
ഏട്ടൊരു 2.5-3 മണിക്കൂറോളം ഈ ദർശനം ദൈവാത്മാവ് എന്നെ കാണിച്ചിട്ട് ഈ നെല്ലിൻ്റെ ആ റിഫ്ലക്സ്, നെല്ലിനെ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നതായിട്ടാണ് നെല്ല് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്സ് എൻ്റെ മുഖത്തോട് അടിക്കുമ്പം എന്നെ അങ്ങ് തീ കൊണ്ടങ്ങ് അഭിഷേകത്തിൽ നിറയ്ക്കുക. ഞങ്ങളങ്ങനെ രാത്രി 3:30 വരെയും 3 മണി വരെയും ആത്മാവിൽ ഇങ്ങനെ കിടന്ന് പിടയുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അബോധവസ്ഥയിലായി. ഞങ്ങൾക്ക് പിന്നെ ഒരു ബോധമില്ല. അങ്ങനെ കിടന്ന പ്രഭാതത്തിൽ ഞങ്ങൾ ആരോടും മിണ്ടുന്നില്ല. ഞങ്ങൾ വളരെ സൈലൻ്റായി, നിശബ്ദരായി. ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലുമുള്ള ശേഷിയില്ലാതായിരുന്നപ്പോൾ കൈ കൂപ്പി കർത്താവിന് മുമ്പിൽ വീണ്, കർത്താവേ നിൻ്റെ വേല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്നെ വീണ് സമർപ്പിക്കുന്ന ഒരു സമർപ്പണത്തോടുകൂടിയാണ് ഞാനവിടെ മയങ്ങി അങ്ങ് പോയി. അങ്ങനെ ആ വിവശതയിൽ കിടന്ന് പ്രഭാതത്തിൽ ഒരു 6 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വാക്യം എൻ്റെ കണ്ണിലോട്ട് അങ്ങ് ദർശിപ്പിക്കുക. കൊയ്ത്തുണ്ട് സത്യം, വേലക്കാരെ ചുരുക്കമായതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനുണ്ട് തൻ്റെ വേലക്കാരെ അയക്കാൻ വേണ്ടി യാചിപ്പിൻ എന്നൊരു ദൈവശബ്ദം കേൾക്കുകയും ഞാൻ ആ വചനം എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്യും. അന്ന് രാത്രിയിലുണ്ടായ ആത്മസാന്നിധ്യവും ഈ തന്ന വചനവും കൂടെ വെച്ച് എൻ്റെ ഭയങ്കര മനസ്സിനും ശരീരത്തിനും പല ആരോഗ്യമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച കർത്താവേ എൻ്റെ പ്രയർ മിനിസ്ട്രിക്ക് ദൈവം ദർശനത്തിൻ്റെ തുടക്കമായല്ലോ എന്ന് സംസാരിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ 2006 ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ ഞങ്ങൾ റിവൈവൽ മീറ്റിംഗ് വെക്കുകയും ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ വെളിപ്പെട്ടു. എൻ്റെ സഭയിൽ വരുന്ന ഒരു കുടുംബം, മാതാവിന് ചില വിടുതലുകൾ പ്രാർത്ഥനയിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, എൻ്റെ മകൻ 2 വയസ്സേ നടക്കുന്നില്ല പാസ്റ്ററെ, അവനെ അവിടെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ രാത്രിയിൽ അവിടെ വിളിച്ചു. എൻ്റെ വീഡിയോ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ഞാൻ കാണിക്കാം. ആ കുഞ്ഞ് നടക്കത്തില്ലായിരുന്നു. പിന്നെ ദൈവനാമത്തിൽ പിന്നെ ആ കുഞ്ഞിനെ എടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു, നടക്കാൻ പറഞ്ഞു. കുഞ്ഞങ്ങ് നടന്നു. അത് എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ആദ്യമായിട്ട് നടക്കുന്ന അത്തരത്തിലുള്ളൊരു അത്ഭുതം ഞാൻ കാണുന്ന ആദ്യമായിട്ട് എൻ്റെ ശുശ്രൂഷയിൽ. ദൈവം തൻ്റെ സഭയെ പണിയുന്നത് പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും അതിലുപരിയായി പീഡനങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ അത് വളരെ അധികമാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന ദേവദാസൻ എന്ന നിലയിൽ ദേവദാസൻ അനുഭവിച്ച ആ പ്രതികൂലങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഒന്നിലധികം പ്രതികൂലങ്ങൾ പലപ്പോഴും അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ റായ്പൂർ പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട് ഉപവാസ പ്രാർത്ഥനകൾ കണ്ടിന്യൂ നടത്തുമായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്നറിയാൻ രഹസ്യമായിട്ട് പല സുവിശേഷ വിരോധികളും മറ്റ് പല മേഖലകളിൽ നിന്നും ആൾക്കാർ ഇതിൽ കയറുകയും ഈ സീക്രട്ടുകൾ പിടിച്ചെടുക്കുക, എന്താണ് മറ്റെന്തെങ്കിലും ഇതാണെന്ന് അറിയാൻ വേണ്ടിയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ആത്മാവിൽ ദൈവാത്മാവ് അത് മനസ്സിലാക്കി തരികയും അവർ ആ സമയത്തൊക്കെ അവിടുന്ന് ദൈവസ്നേഹത്തിൽ അവിടുന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ എന്ന ഒരു പവർ കോൺഫറൻസ് ഒരു 3 ദിവസം നടത്താൻ എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്ക് വെച്ച് നടത്തുന്ന കർത്താവ് സഹായിച്ചു. അങ്ങനെ 150 ചെറുപ്പക്കാരെ ചേർത്ത് അവിടെ വെച്ചൊരു 3 ദിവസത്തെ കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3ാമത്തെ ദിവസം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പ്രഭാതത്തിൽ സമയത്ത് ഞങ്ങളുടെ ഗേറ്റ് വന്ന് ഇങ്ങനെ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ പോലീസാണ്. അപ്പം ഞാനിവിടെ മതപരിവർത്തനം നടത്തുകയാണെന്നുള്ള ഒരു കേസ് അവിടെ ചെന്നിട്ടുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷൻ വരെ തന്നെ ക്ഷണിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഭാര്യയെ വിളിച്ചു കഴിഞ്ഞാൽ ഭാര്യ വളരെ മാനസികമായിട്ട് തകർന്നു പോകുന്നുള്ള സാഹചര്യത്തിൽ അവളെ വിളിച്ചില്ല. ആരോടും പറയാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലീസിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ചുറ്റുപാടുമുള്ള സകല ഗ്രാമ തലവന്മാരെയും പോലീസ് വിവരം അറിയിപ്പിച്ചിട്ട് അവരോട് ചോദിച്ചു, ഇങ്ങനൊരാൾ നിങ്ങളുടെ ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നുണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ ജയിലിടും, ആർക്കെങ്കിലും അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ. പക്ഷെ അവരെല്ലാം അന്വേഷിച്ച് ഒരു ഗ്രാമക്കാരും, ചില ഗ്രാമങ്ങളിൽ ഞാൻ പോകുമായിരുന്നു, പക്ഷേ ആരും പറഞ്ഞു കൊടുത്തില്ല. ഒന്ന്. രണ്ടാമത് പിന്നെ റായ്പൂർ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ നേതാക്കൾ, സഭാ നേതാക്കളൊക്കെ എന്നെ വിളിക്കുകയും അവർ പോലീസുമായിട്ട് ഉന്നതാധികാരികളായിട്ട് ബന്ധപ്പെട്ട് അത്ഭുതമായിട്ട് 5 മണിക്കൂറോളം എന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരുന്നു. അപ്പോൾ ആരെങ്കിലും എനിക്കൊരു ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ ജയിലിൽ വിടുമെന്നാണ് അന്ന് സിയെ പറഞ്ഞത്. പക്ഷേ ആരിൽ കൂടെയും ഒരു തെറ്റായ അഭിപ്രായം വരാത്തത് കൊണ്ടും ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുള്ളത് കൊണ്ടും 5 മണിക്കൂറിന് ശേഷം എന്നെ അവിടെ നിന്ന് വിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്ന് ഇങ്ങനെ വാണിങ്ങി തന്നു, പിന്നെ ഇനി ഒരു സമയത്ത് പോലും അപ്പോൾ എൻ്റെ ഇന്നത്തെ ഫോൺ നമ്പറിന് അന്ന് കിടക്കുന്നതും, അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ കേസോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ഇനി ഒരിക്കലും പുറമൊന്നും കാണിക്കത്തില്ല എന്നുള്ളൊരു ഭീഷണി ചെയ്തു. പക്ഷേ തുറന്ന് പറയാനെ കൊണ്ട് ഒരു വലിയ സന്തോഷമുണ്ട്. ഇന്ന്
25 പരം ഗ്രാമത്തിൽ ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ ടോട്ടലിൽ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. വലിയ അത്ഭുതമാണ് പ്രതിദിനം നടക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ആത്മാവിൽ കണ്ണുനീരിലൂടെ വിതച്ചത് ആർപ്പോടെ കൊയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. വളരെ പ്രതികൂലങ്ങളും ഞങ്ങളുടെ മേലൊക്കെ ശ്രദ്ധയുണ്ട്. എങ്ങോട്ട് ഞങ്ങളെപ്പോഴും നടക്കുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ വളരെ ശ്രദ്ധയില്ല. എപ്പോഴും മുമ്പും പുറവും ഇടവും വലവും ഞങ്ങൾ ശ്രദ്ധിച്ച് നടക്കുന്നത്. അപ്പോൾ തന്നെ രാവിലെ മുതൽ രാത്രി ഏകദേശം 12 വരെയും ഞങ്ങൾ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഫീൽഡിൽ തന്നെയാണ്. ഈ റായ്പൂർ പട്ടണം എന്ന് പറയുന്നത് ഉണർവിൻ്റെ ഒരു പട്ടണമാണെന്ന് ദേവദാസൻ പല സമയങ്ങളും ഉദ്ധരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ദേവദാസനെ ഈ പട്ടണത്തിലും ചുറ്റുപാടുകളിലും ഒരു ഉണർവിൻ്റെ വക്താവായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഉണർവ് എന്ന് പറയുന്നത് തികച്ചും പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. അത് നല്ല ബോധ്യമാണ്. അത് മാനുഷിക ബുദ്ധിയിലോ നമ്മുടെ സാമ്പത്തിക നിലവാരത്തിലോ സംഘടനാ ബലത്തിലോ അല്ല എന്നുള്ളത് 100% എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഉണർവിന് വേണ്ടി വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാനും ഉണർവിന് വേണ്ടി വിളിക്കപ്പെട്ട ഇന്ത്യയിലെ അഭിഷക്തന്മാർ, ഇന്ത്യക്ക് വെളിയിലുമുള്ള പല അഭിഷക്തന്മാരും ഈ പട്ടണത്തിൽ വന്ന് പല പ്രാവശ്യങ്ങളും വലിയ വലിയ മീറ്റിങ്ങുകൾ കോണ്ടക്ട് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ തുടക്കത്തിൽ ദൈവാത്മാവ് തന്ന നിയമം അനുസരിച്ച് പ്രാർത്ഥനകൾ തുടങ്ങി. ഓരോ പ്രാർത്ഥന തുടങ്ങുമ്പോഴും അതിനെക്കുറിച്ചുള്ള ദർശനം വ്യക്തമായിട്ട് ദൈവം തരും. അതിന് നോട്ടീസ് അടിക്കാൻ പോലുള്ള ഡിസൈൻ ദൈവം തരുമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ആ ദർശനത്തിനകത്ത് ഒരിക്കലും എൻ്റേതെന്നും പറഞ്ഞ ഒരു വൺ മാൻ ഷോ കാണിക്കാനോ അല്ലെങ്കിൽ അത് എൻ്റെയാണ് ഒരു അഡ്രസ്സ് ചെയ്യിപ്പിക്കാനോ ഒരിക്കലും ദൈവനെ അനുവദിച്ചിട്ടില്ല. എന്നോട് ദൈവം ഒരു കാര്യം പറയുമ്പോൾ അത് ദൈവനാമത്തിൽ ദൈവരായത്തിന് വേണ്ടി എന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് ഉണ്ടാകുകയും പാസ്റ്റർ തോമസ് മാൻ ഉൾപ്പെടെ ഈ ഛത്തീസ്ഗഡിലുള്ള സ്വതന്ത്ര ശുശ്രൂഷമായി നിൽക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും ചേർത്ത് ആണ് ഞങ്ങൾ കണ്ടിന്യൂ ആ ശുശ്രൂഷ തുടങ്ങാൻ കർത്താവ് ഇടയാക്കിയത്. അങ്ങനെ നിരന്തരമായിട്ട് ഓൾ നൈറ്റ് പ്രയറുകൾ, ലേഡീസ് പ്രയർ, ഈ പട്ടണത്തിൽ ഇന്നും പ്രാർത്ഥിക്കുന്ന ഉടനെ വേണ്ടി പ്രാർത്ഥിക്കുന്ന 50-ൽ പരം സഹോദരിമാരെ കൂടുന്ന ഒരു പ്രയർ ടീം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഉണർവിന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞങ്ങൾ പാസ്റ്റേഴ്സ് 50-ൽ പരം പാസ്റ്റേഴ്സ് ഉണ്ട്. അല്ലാതെ പല സഭകളിൽ കൂടി വന്ന വിശ്വാസമുണ്ടായിരുന്നു. അവരൊക്കെ അവരുടെ തലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് കൂടിയില്ലെങ്കിലും ഇവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ സുവിശേഷ പേരയുമായിട്ട് നല്ല ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ റായ്പൂരിലും ഛത്തീസ്ഗഡിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വലിയൊരു ഉണർവ് നടന്നു. ഇനി വലിയൊരു ഉണർവ് നടക്കാൻ പോവുകയാണ്. ഇവിടെയുള്ള അനേക ഗ്രാമങ്ങൾ സുവിശേഷം കേൾക്കണം. ദേവദാസൻ ലഭിച്ചതുപോലെയുള്ള ആ ദർശനം പ്രാപിച്ച അനേകർ നമ്മെ ഇന്ന് വീക്ഷിക്കുന്നുണ്ട്. അവരോട് ഈ വടക്കേന്ത്യയിലെ അവരുടെ വേലയുടെ പങ്കാളിത്തത്തെക്കുറിച്ചും ഉണർവിൻ്റെ ഒരു വക്താവായി മാറുവാൻ എങ്ങനെ അവർക്ക് കഴിയുമെന്നതിനെക്കുറിച്ചുമുള്ള ഒരു ചെറിയൊരു സന്ദേശം കൊടുക്കുവാൻ കഴിയുമോ? ഇതൊരു കർത്താവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരവിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. തീർച്ചയായിട്ടും ഇത് അന്ത്യകാല ഉണർവുമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിൽ അതിവേഗത്തിൽ ശക്തിയോടെ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം എല്ലാ ഇടങ്ങളിലും എല്ലാ കാതിലെത്തേണ്ടത് ആവശ്യമുണ്ട്. അതിന് ആയിരങ്ങളുടെ ആവശ്യം ഇന്നുമുണ്ട്. തിരുവചനം വായിക്കുന്നത് പോലെ കൊയ്ത്തുണ്ട് സത്യം വേലക്കാരെ ചുരുക്കം ആയതിനാൽ വേലക്കാരെ വയലിലേക്ക് അയക്കാനേണ്ടത് എൻ്റെ യജമാനോട് യാചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാളുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഉണർവ് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓരോ കാലഘട്ടത്തിലും ഉണർവിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ഒരിക്കലും ഉണർവ് നിന്നു പോകുന്നില്ല. ദൈവം അതാത് സമയങ്ങളിൽ ദൈവം തൻ്റെ ദാസിമാരെ ദൈവം വിവിധ ഘട്ടങ്ങളിൽ കൂടി എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കും. സുവിശേഷ വേലയ്ക്ക് എല്ലാം സൗകര്യവും തന്നിട്ടല്ല കർത്താവ് നമ്മളെ ഇറക്കുന്നത്. എന്നാൽ കർത്താവിൽ നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. പക്ഷേ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അത് കാണാൻ കഴിയത്തുള്ളൂ. പലരും പല നന്മകളും കയ്യിൽ വന്നു കഴിഞ്ഞാൽ പോകാം എന്ന് പറയുമ്പം ദർശനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് വിട്ടു പുറപ്പെടാനുള്ള ആ ദൈവിക പ്രചോദനം വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നാളുകളിൽ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഒരുപോലെ ദിവസങ്ങളിൽ ഉണർവിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാൻ, ഈ വലിയ ദൗത്യത്തിൽ പങ്കാളിയായി തീരുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. വില കൊടുത്തവർ എന്ന ഈ പ്രോഗ്രാമിൽ കർത്താവിൻ്റെ ദാസനെ കടന്നു വരുവാനും അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാനും ദേവദാസനെ ദൈവം സഹായിച്ചു. വില കൊടുത്തവർ എന്ന ടീമിൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ചണ്ഡീഗഡിൽ ആയിരുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഈ വലിയ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് ഈ റായ്പൂർ പട്ടണത്തിലും കടന്നു വന്ന് പരസ്പരം അറിയാത്ത നമ്മളെ ദൈവസ്നേഹത്തിൽ അറിയുവാനും
വരുന്ന തലമുറയ്ക്ക് കൈമാറുവാനുള്ള ഈ വലിയ ദൗത്യം തീർച്ചയായിട്ടും ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്, ഒരു പ്രചോദനമാണ്. തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഈ മിനിസ്ട്രി ദൈവം മാനിക്കട്ടെ. എൻ്റെ സാക്ഷ്യവും അനുഭവവും നിങ്ങൾക്കും തീർച്ചയായിട്ടും അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വ്യക്തിയെ ഈ ഛത്തീസ്ഗഡിലെ റായ്പൂരിലേക്ക് അയച്ച് ഇവിടെ മാത്രമല്ല വടക്കേന്ത്യയിൽ മുഴുവൻ ഒരു വലിയ ഉണർവിൻ്റെ അലയടികൾ ഉണ്ടാക്കുവാൻ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ ഈ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചില്ലേ? ഇനിയും ഈ വടക്കേന്ത്യയുടെ ഗ്രാമങ്ങൾ ഉണരേണ്ടത് ആവശ്യമാണ്. അന്ധകാരത്തിൽ കിടക്കുന്ന ഇവിടുള്ള ജനങ്ങളെ സുവിശേഷത്തിൻ്റെ പ്രകാശം എത്തിക്കുവാൻ ദൈവം നിങ്ങളെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവിളി പ്രാപിച്ച നിങ്ങൾ ഇനി എന്തിനു മടിക്കുന്നു? ഈ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ മാത്രമല്ല, കർത്തനദാസൻ പാസ്റ്റർ ബോബനെ ഉപയോഗിക്കുന്നത് പോലെ നിങ്ങളെയും വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ നിങ്ങൾ ഈ വടക്കേന്ത്യയിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ സാഹചര്യമൊക്കെ ദൈവം മാറ്റിയില്ലേ? ഈ വടക്കേന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുവാൻ തയ്യാറാകണം. പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകാൽ ഈ ഛത്തീസ്ഗഡിൽ പലവിധമാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്ന ദേവദാസന്മാരാണ് ഞങ്ങളുടെ യാത്രയിൽ കണ്ടത്. അവരെല്ലാം ഞങ്ങൾ ഒരു വാക്കാണ് പറഞ്ഞത്, നിങ്ങൾ വിശേഷാൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആയതിനാൽ കൊടുക്കുക, കടന്നു വരിക, പ്രാർത്ഥിക്കുക. ഈ ഭാരതം സുവിശേഷം കേൾക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഈ പ്രോഗ്രാം മറ്റുള്ളവർക്കായി ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നും ദേവദാസൻ തോമസ് ജോണും കുടുംബവും അടുത്ത എപ്പിസോഡിൽ നമ്മോടൊപ്പം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉദ്ദേശം ഞാൻ തന്നെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി ദൈവത്തിന് സുവിശേഷ വേലയ്ക്ക് എങ്ങനെ വേണേലും സഹായിക്കാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ദൈവം എന്നോട് പറയുന്നത്, മകനെ, നിന്റെ ഈ പ്ലാൻ കൊണ്ട് നടക്കുകയില്ല. 10 കിലോമീറ്റർ 12 കിലോമീറ്റർ ദൂരമുണ്ട്. അതിൽ 10 കിലോമീറ്റർ ആയപ്പോൾ ദൈവം പറയുക, നീ അങ്ങോട്ട് മുന്നോട്ട് പോകണ്ട. ഞാൻ പറഞ്ഞു, കർത്താവേ നിനക്ക് നന്ദി, എങ്കിലും നിന്നോട് സോറി, ഞാൻ നിന്നെ പരീക്ഷിച്ചല്ലോ. നീ ഇത്രയും വിശ്വസ്തനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വില കൊടുത്തവർ മറക്കാതെ കാണുക. എല്ലാ ബുധനാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 8 മണിക്ക്. ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.